നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനും മുൻ പാർലമെന്റ് സ്പീക്കറുമായ അലി ലാരിജാനിയെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതോടുകൂടി ഇറാൻ യുദ്ധമുഖത്ത് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ആകെ തകർന്ന അവസ്ഥയിലാണ് ഇറാന്റെ കാര്യങ്ങൾ. ഇതിനിടെ ലാരിജാനി വധം അമേരിക്കയിൽ വിവാദത്തിനും ഇടയാക്കിയിട്ടുണ്ട്. അമേരിക്കയെ പരസ്യമായി ശത്രുവായി പ്രഖ്യാപിക്കുമ്പോഴും ലാരിജാനിയുടെ കുടുംബത്തിന് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള അടുത്ത ബന്ധം പുറത്തുവന്നതാണ് വിവാദം ആയിരിക്കുന്നത്. ലാരിജാനിയുടെ മകൾ ഫാത്തിമ ലാരിജാനിക്ക് ജോ ബൈഡൻ ഭരണകൂടം 2021 ഗ്രീൻ കാർഡ് നൽകിയെന്ന വാർത്തയാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. 2017 മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലെത്തിയ ഫാത്തിമ ലാരിജാനിക്ക് 2021 ഗ്രീൻ കാർഡ് ലഭിച്ചത്. ജോർജിയയിലെ എമോറി യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ഇവർ ജോലി ചെയ്തിരുന്നു. ഇറാൻ ഭരണകൂടം സ്വന്തം നാട്ടിൽ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതെങ്കിൽ ലാരിജാനി വഹിച്ച പങ്ക് ചൂണ്ടിക്കാട്ടി. ഫാത്തിമയെ ജോലിയിൽ നിന്ന് നീക്കണമെന്ന് അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇവരെ സർവകലാശാലയിൽ നിന്ന് പുറത്താക്കി. ലാരിജാനിയുടെ സഹോദരന് കാനഡയിൽ സ്ഥിരതാമസത്തിന് അനുമതി ലഭിച്ചിരുന്നു. മറ്റൊരു ബന്ധു ബ്രിട്ടനിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നാശം പരസ്യമായി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കുടുംബം അതേ രാജ്യങ്ങളിൽ സുരക്ഷിതമായി കഴിഞ്ഞിരുന്നു എന്നതാണ് വിചിത്രം. അതേസമയം അലി ലാരിജാനിയുടെ പിൻഗാമിയായി സയ്യിദ് ജലീലിയെ നിയോഗിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ സെക്രട്ടറിയായി സയ്യിദ് ജലീലിനെ നിയോഗിക്കുന്ന ഉത്തരവിൽ പരമോന്നത നേതാവ് മജ്തുബ ഖമാനി ഒപ്പുവെച്ചെന്നാണ് വിവരം. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറി ജനറൽ എന്നടക്കം ഇറാൻ ഭരണകൂടത്തിന്റെ വിവിധ ഉന്നത പദവികളിൽ സേവനമനുഷ്ഠിച്ച നേതാവാണ് സയ്യിദ് ജലീൽ. ഇറാന്റെ ആണവ ചർച്ചാ സംഘത്തിന്റെ അധ്യക്ഷനുമായിരുന്നു. ആണവ പദ്ധതിയുടെ മുഖ്യ നയം കൈകാര്യം ചെയ്യുന്ന നയതന്ത്രജ്ഞൻ കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇയാൾ. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുടെ പേരിൽ അദ്ദേഹത്തിന്റെ കാലയളവ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ഇറാനിൻ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വിപുല ബന്ധങ്ങളുടെ ഉടമയാണ്. അടുത്തിടെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ 2ാം റൗണ്ടിൽ ഈ മസൂദ് പെസഷ്കിയാന്റെ എതിരാളിയായിരുന്നു ജലീലി. ഇറാനിലെ റസാവി ഖുറാസാൻ പ്രവിശ്യയിലെ മഷാദിൽ കുർദ് വംശജനായ പിതാവിന്റെയും അസർബൈജാനിയായ മാതാവിന്റെയും മകനായി 1965 സെപ്റ്റംബർ 6 ജനനം. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഓപ്പറേഷൻ കർബല 5 പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വലതുകാലിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റപ്പെട്ടു. ഇക്കാരണത്താൽ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന വിളിപ്പേര് ലഭിച്ചു. പൊളിറ്റിക്കൽ സയൻസിൽ PhD നേടിയ അദ്ദേഹം ഇമാം സാദിഖ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ഡിപ്ലോമസി എന്ന വിഷയം പഠിപ്പിച്ചു. ഇറാൻ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനിയെ വധിച്ച ഇസ്രായേൽ നടപടിയെ അപലപിച്ച് ചൈന രംഗത്തുണ്ട്. ഇറാനിൻ നേതാക്കളെ ലക്ഷ്യമിടുന്നത് അംഗീകരിക്കാനാകില്ല എന്ന ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ഷിയായാൻ പറയുന്നു. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ തെഹ്റാൻ നടത്തിയ ആക്രമണത്തെയും ചൈന വിമർശിച്ചു. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ബലപ്രയോഗത്തെ ഞങ്ങൾ എന്നും എതിർക്കുകയാണ് ചെയ്തത്. ഇറാനിൻ രാഷ്ട്ര നേതാക്കളെ വധിക്കുകയും ഈ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് ലിൻ ജിയാൻ പറയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടെന്ന ഇറാന്റെ അനുകൂലികളുടെയും പ്രചരണങ്ങൾക്ക് പത്രസമ്മേളനത്തിനുമിടെ മറുപടി നൽകുകയാണ് ബിബി. ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ കനത്ത ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് നെതന്യാഹു മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നെതന്യാഹു പുറത്തുവിട്ട വീഡിയോകൾ ഡിജിറ്റൽ നിർമ്മിതിയാണ് എന്ന ഇറാന്റെ വാദങ്ങൾ ഇതോടെ പൊളിഞ്ഞു. ഇറാന്റെ കരുത്ത് എന്നേക്കുമായി ചോർന്നുവെന്നും ഇസ്രായേൽ മുമ്പത്തേക്കാൾ ശക്തമാണെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഇറാന്റെ സൗത്ത് പാഴ്സ് ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം ആഗോള ഇന്ധന വിപണിയെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ഇതോടെ അതൃപ്തിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തി. ഇറാന്റെ എണ്ണവാതക കേന്ദ്രങ്ങൾ ഇനി ആക്രമിക്കരുതെന്ന താൻ നെതന്യാഹുവിന് കർശന മുന്നറിയിപ്പ് നൽകിയതായി ട്രംപ് വെളിപ്പെടുത്തി. ഇസ്രായേൽ ഞങ്ങളുടെ പങ്കാളിയാണ്, പക്ഷെ ചില കാര്യങ്ങളിൽ അവർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്നു. ഇനി സൗത്ത് പാഴ്സിന് നേരെ ആക്രമണം ഉണ്ടാകില്ലെന്ന് നെതന്യാഹു എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് പറയുകയാണ്. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ ഇസ്രായേൽ നീങ്ങുന്നത് എന്ന ചോദ്യത്തിന് നെതന്യാഹുവിന്റെ മറുപടി രൂക്ഷമായിരുന്നു. പ്രസിഡന്റ് ട്രംപിനോട് എന്തു ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തകർത്തത് ഇസ്രായേൽ തനിച്ച് തീരുമാനിച്ച കാര്യമാണെന്നും എന്നാൽ ഇനി ആക്രമണങ്ങൾ വേണ്ടെന്ന ട്രംപിന്റെ അഭ്യർത്ഥന മാനിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടു. റിയാദിലെ ഹോട്ടലിന് സമീപം വരെ മിസൈലുകൾ എത്തിയത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായുള്ള എല്ലാ വിശ്വാസവും തകർന്നുവെന്നും തിരിച്ചടിക്കാൻ തങ്ങൾക്കും അവകാശമുണ്ടെന്നും സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ മുന്നറിയിപ്പ് നൽകി. യുദ്ധം ആളിപ്പടരുമ്പോൾ ഇസ്രായേൽ ഇറാന്റെ നേതൃത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാന്റെ മിസൈൽ ശേഷി തകർക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. നെതന്യാഹുവിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ യുദ്ധത്തിന്റെ ഗതി മാറ്റുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വാതക പാടമായ ഇറാന്റെ സൗത്ത് പാഴ്സ ഇസ്രായേൽ തകർത്തെറിഞ്ഞത് ആഗോള ഇന്ധന വിപണിയെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഈ ആക്രമണം ഇസ്രായേൽ സ്വന്തം നിലയിൽ തീരുമാനിച്ചതാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി. എന്നാൽ എണ്ണവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ കൂടുതൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലിന് കർശന നിർദ്ദേശവും നൽകി. പ്രസിഡന്റ് ട്രംപിന്റെ അഭ്യർത്ഥന ഞങ്ങൾ മാനിക്കുന്നു. തൽക്കാലം കൂടുതൽ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടില്ല എന്നാണ് നെതന്യാഹു പത്രസമ്മേളനത്തിൽ പറയുന്നത്. നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ ആഘോഷമാക്കിയ ഇറാൻ അനുകൂലികൾക്ക് വലിയ തിരിച്ചടിയാണ് പുതിയ പത്രസമ്മേളനം. ഇറാൻ മുമ്പത്തേക്കാൾ ദുർബലമായെന്നും ഇസ്രായേൽ ശക്തി പ്രാപിച്ചുവെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. ഇറാന്റെ മിസൈൽ ശേഷി നേതൃത്വവും തകർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ട്രംപിനെ ആർക്കും നിയന്ത്രിക്കാനാവില്ലെന്നും എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഒരേ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ സൗദി അറേബ്യയിലെ എണ്ണ ശുചീകരണശാലകൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടതോടുകൂടി ഗൾഫ് മേഖലയും യുദ്ധസമാനമായി. ഇറാനുമായുള്ള എല്ലാ വിശ്വാസവും തകർന്നുവെന്നും തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്നും സൗദി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യ ഒന്നടങ്കം കലുഷിതമായി തുടരുമ്പോഴും നെതന്യാഹുവിന്റെ കരുത്തുറ്റ തിരിച്ചുവരവ് യുദ്ധത്തിന്റെ ഗതി മാറ്റിയേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.